ഇന്നലെ വരെ മുഖ്യമന്ത്രിയുടെ നിഴലായി നടന്ന പോലീസുകാരൻ നാളെ മുതൽ സർവീസിലുണ്ടായിരിക്കില്ല എന്നുറപ്പായി കഴിഞ്ഞു. ശരവേഗത്തിലാണ് സതീശൻ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ. അത് പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ വലിയ ആവേശത്തിലാണ്. അത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടിയോ ധനവകുപ്പിൽ ധവളപത്രം ഇറക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. പകരം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ നിഴല് പോലെ കൂടെയുണ്ടാകുന്ന CI അനിൽകുമാറിനും മറ്റൊരു പോലീസുകാരനായ അംഗരക്ഷകൻ സന്ദീപിനും സസ്പെൻഷൻ വരികയാണ്. കോൺഗ്രസുകാരെ തിരഞ്ഞുപിടിച്ച് മർദ്ദിച്ച പോലീസുകാരെ വീട്ടിലിരുത്താനും നിയമം വഴി വിലങ്ങണിയിക്കാനും ആദ്യം തന്നെ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു. എന്നു മാത്രമല്ല, ആദ്യ ദിവസം തന്നെ അതിൻ്റെ നടപടിയും തുടങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഈ പ്രഖ്യാപനം വി.ഡി. സതീശൻ നടത്തിയെങ്കിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ആലോചിച്ച് തന്നെയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കാര്യം അറിയിച്ചിരിക്കുന്നത്. പോലീസുകാരുടെ പേരിലാണ് നടപടി വരാൻ പോകുന്നതെങ്കിലും അത്തരം പോലീസുകാർ ഇനി വേണ്ട എന്ന് UDF സർക്കാരിൻ്റെ തീരുമാനം DGPയും അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ നടപടിയെന്നോണം ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ SIT രൂപീകരിക്കാനുള്ള ശുപാർശ DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു. ഇന്ന് തന്നെ SIT രൂപീകരിക്കാനാണ് തീരുമാനം. അതുപ്രകാരം SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കും. ശുപാർശ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് പരിശോധിച്ച ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരവിറങ്ങും. അതിലാദ്യം ഗൺമാന്മാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനാണ് നീക്കം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരാണ് കുട്ടികളെ തല്ലിയ കേസിലെ പ്രതികളായിട്ടുള്ളത്. എത്ര അലമുറയിട്ട് കരഞ്ഞാലും രക്ഷിക്കാൻ ഒരു പിണറായിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുനരന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. SIT രൂപീകരിച്ച് അന്വേഷണം നടത്തും. SITയിൽ ആരൊക്കെ എന്നത് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ ആദ്യം തന്നെ പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ DGP കടലാസ് എടുത്ത് ആഭ്യന്തര വകുപ്പിന് നൽകി. 24 മണിക്കൂറിനുള്ളിൽ തന്നെ നടപടി വരാനാണ് സാധ്യത. നമുക്കറിയാം, മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നിട്ടും കുറ്റം ചെയ്തവർ ഉത്തരവാദപ്പെട്ടവരായിട്ടും കേസ് സ്വീകരിക്കാതെ പുച്ഛിച്ചു തള്ളിയ പിണറായി വിജയന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ എന്ന പേരിൽ മുഖ്യമന്ത്രി നടത്തിയ നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരടക്കം മർദ്ദിച്ചത് വലിയ വേദനയോടെയാണ് കേരളം കണ്ടുനിന്നത്. സ്വേച്ഛാധിപതികൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിലാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തല്ലിച്ചതച്ച് മൃതപ്രാണരാക്കിയത്. അതിൽ നിയുക്ത MLAയും KSU നേതാവായ AD തോമസും ഉൾപ്പെടെയുള്ളവർക്കായിരുന്നു 2023 ഡിസംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് മർദ്ദനമേറ്റത്. അത്രയ്ക്ക് ക്രൂരമായി മർദ്ദിച്ചിട്ടും അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പിണറായിയുടെ പോലീസ് FIR എഴുതിയപ്പോൾ തല്ലുകൊണ്ടവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരവസ്ഥയുമുണ്ടായി. സംഭവത്തിൽ പിണറായിയുടെ അംഗരക്ഷകരായ അനിൽകുമാറും സന്ദീപും കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് നൽകി അങ്ങനെ കേസ് അവസാനിപ്പിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത്. കേസിൻ്റെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കാതെ അത് പുറത്തു കാണിക്കാതെയാണ് ക്രൈംബ്രാഞ്ച് ആ കേസ് അവസാനിപ്പിച്ചത് എന്ന് വ്യക്തമായതോടെയാണ് നല്ല വെളിച്ചത്തിലുള്ള ജീവിക്കുന്ന തെളിവുകളായി പരാതിക്കാർ എല്ലാ തെളിവുകളും സഹിതം ദൃശ്യങ്ങൾ സഹിതം കോടതിയെ സമീപിച്ചത്. അങ്ങനെ കോടതിയുടെ ഉത്തരവ് വീണ്ടും അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. ആ ഉത്തരവിൻ്റെ പിൻബലത്തിൽ കൂടിയാണ് കോൺഗ്രസ് സർക്കാർ 24 മണിക്കൂറിനുള്ളിൽ പണി തുടങ്ങിയത്. ചെയ്തുകൂട്ടിയ പാപങ്ങൾ കാരണം അംഗരക്ഷകനെ പോലും സംരക്ഷിക്കാൻ കഴിയാതെ ഇപ്പോൾ പിണറായി വിജയൻ കരയുകയാണ് യഥാർത്ഥത്തിൽ.